ഒക്ടൻസിലെ ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെട്ടാലോ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ലൈസ് ഇൻ ദ 6th octant? അതായത് ഒക്ടൻസ് നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. 6ാമത്തെ ഒക്ടന്റിലെ പോയിന്റ് ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കണം. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് NCERT ബുക്കിലെ വലിയൊരു ടേബിളിൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടേബിൾ ആരും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു, പഠിച്ചു നോക്കുക, എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ആൻസർ എഴുതിയാൽ മതി. അതായത് ടേബിളിലൊക്കെ വരുന്ന സമയം നമുക്കറിയാം ആദ്യം 8 റൂമുകൾ ഉണ്ട്, ഒക്ടൻസ് ഉണ്ട് അല്ലെ. അപ്പൊ 1 2 3 4 5 6 7 8 ആണ്. ഓരോന്നിലുമുള്ള എക്സിന്റെയും വൈയുടെയും സെറ്റിന്റെയും സൈൻ നമുക്ക് അറിയണം. അപ്പൊ എക്സ് വൈ സെറ്റ് സൈൻ ഒക്കെ നമുക്ക് അറിയണം. ഫസ്റ്റ് റോ എങ്ങനെ ഫിൽ ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. ആദ്യവും അവസാനം എന്ത് കൊടുക്കുക, പ്ലസ് കൊടുക്കുക. പിന്നെ 2 മൈനസ് 2 പ്ലസ് 2 മൈനസ്, ആ റോ എന്ത് ചെയ്തു, കംപ്ലീറ്റഡ് ആണ്. സെക്കൻഡ് റോയിലേക്ക് വരുമ്പം 2 പ്ലസ് കൊടുത്തു, പിന്നെ 2 മൈനസ് കൊടുത്തു, 2 പ്ലസ് കൊടുത്തു, 2 മൈനസ് കൊടുത്തു. ഇനി മൂന്നാമത്തെ റോ ആണെങ്കിലോ 4 പ്ലസ് പിന്നെ 4 മൈനസ്. അപ്പൊ എന്ത് ചെയ്തു, ടേബിൾ പഠിച്ചു കഴിഞ്ഞു. ആരും എന്ത് ചെയ്യേണ്ട, അത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ പഠിച്ചാൽ മറന്നു പോവില്ല. സോ 6ാമത്തെ ഒക്ടന്റ് നമുക്ക് ആവശ്യമുള്ളത്, 6ാമത്തേല് എക്സ് എന്താ, നെഗറ്റീവ്, വൈ എന്താ, പോസിറ്റീവ്, സെറ്റ് എന്താ, നെഗറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷനിലേക്ക് നോക്കുക. ഏത് പോയിന്റിലാണ് മക്കളെ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും സെറ്റ് നെഗറ്റീവും ആയിട്ടുള്ളത്? നോക്കുന്ന സമയത്ത് 1ാമത്തെ ഓപ്ഷൻ അല്ലേ. ഇവിടെ എക്സ് എന്താ, നെഗറ്റീവ്, വൈ എന്താ, പോസിറ്റീവ്, സെറ്റ് എന്താണ്, നെഗറ്റീവ് ആണ്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഈ ഭാഗത്തു നിന്നുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ടേബിൾ നോക്കുക, ആൻസർ കമന്റ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ എന്ത് ചെയ്യുക, മക്കൾ പഠിക്കുക. നമുക്ക് ഇനി വീണ്ടും കാണാം.